dear aspirants, welcome to Salem Banking. NICL AO നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുകയാണ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു എക്സാം തന്നെയാണ്. നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കിന് നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താ? ഒറ്റ സിലബസും ഒരുപാട് പരീക്ഷകളും അല്ലെ? നമുക്ക് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന് ഒരുപാട് പരീക്ഷകളാണ് ഒരു വർഷം വരാനുള്ളത്. സോ NICL അതിലൊരു പരീക്ഷയാണ്. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ NICL? നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. ഇറ്റ്സ് ആൻ ഇന്ത്യൻ പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനി ഓൺഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. സോ ആ NICL അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അതായത് ജനറലിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് സ്കെയിൽ 1 ഓഫീസർ പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുക ഇന്ന് മുതലാണ്. അതായത് ജൂൺ 12 മുതൽ ജൂലൈ 3 വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്. ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചോളുക. ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്കിന് സൈറ്റ് റഷ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മളുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 12, എൻഡ് ചെയ്യുന്നത് ജൂലൈ 3. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഫീയും ആ ഒരു ടൈം കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പേ ചെയ്തിരിക്കണം. അല്ലാതെ നമുക്ക് ഫീ പേയ്മെന്റ് ചെയ്യാൻ സെപ്പറേറ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുക എന്നാ പരീക്ഷ എന്നുള്ളതാണ് അല്ലെ. നമ്മളുടെ phase 1 എക്സാമിനേഷൻ വരുന്നത് ജൂലൈ 20-നാണ്. അപ്പൊ അതിന് നമ്മളുടെ ആ ഒരു എക്സാമിന് മുന്നേ തന്നെ നമുക്ക് കോൾ ലെറ്റർ ഒക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ phase 2 എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് 31-ന് phase 2, അതായത് മെയിൻസ് എക്സാം ഉണ്ടാകും. പ്രിലിംസ് എക്സാം phase 1 എക്സാം എന്ന് പറയുന്നത് ജൂലൈ 20-നാണ്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ നമ്മുടെ വേക്കൻസീസ് എത്രയാണ്? അപ്പൊ നമുക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസറും വിളിച്ചിട്ടുണ്ട്, ജനറലിസ്റ്റ് പോസ്റ്റും ഉണ്ട്. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം? നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്കതിന് റിക്വയർഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റ് ആയിരിക്കണം ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാൻ വേണ്ട, ഇത് കാണുമ്പോൾ തന്നെ സ്പെഷ്യലിസ്റ്റ് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഡോക്ടർ, MBBS, ലീഗൽ, ഫിനാൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ്, ഇതെല്ലാമാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസറിലേക്ക് വിളിച്ചിട്ടുള്ള ഡിസിപ്ലിൻസ്. ജനറലിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കേ, ജനറലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ടോട്ടൽ പോസ്റ്റ് എന്ന് പറയുന്നത് 170 വേക്കൻസി ആണ്. അതിൽ അൺറിസർവ്ഡ് 68, OBC 47, SC 26, ST 12, EWS 70. അങ്ങനെയാണ് ടോട്ടൽ നമുക്ക് 170 പോസ്റ്റ് ജനറലിസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. അത് നമുക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സ്പെഷ്യലിസ്റ്റിൽ നോക്കിക്കേ, നമുക്ക് വേക്കൻസി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഫിനാൻസ് ആണെങ്കിൽ BCom ഒക്കെയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് നമ്മൾ പറയാം. അപ്പൊ അതിന് നമുക്കൊരു 20 വേക്കൻസി വന്നിട്ടുണ്ട്. ദെൻ MBBS ആണെങ്കിൽ 10, ലീഗൽ ആണെങ്കിൽ 20, IT ആണെന്നുണ്ടെങ്കിൽ 20, ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ 20. ദെൻ ഇവിടെ നോക്കിക്കേ, ഇത് സ്പെഷ്യലിസ്റ്റ് ബാക്ക്ലോഗ് വേക്കൻസിയും സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേത് ഫില്ലായിട്ടില്ല. സോ അത് ഡോക്ടേഴ്സ് MBBS ആണെങ്കിൽ 4, ഫിനാൻസ് ആണെങ്കിൽ 1, ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ 1. അപ്പൊ ഈ വേക്കൻസി കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇത്രയുമാണ്. അപ്പൊ ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റുക സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആണ്, ജനറലിസ്റ്റ് ഓഫീസർ ആണ്. 170 സ്പെഷ്യലിസ്റ്റ് അയക്കാൻ പറ്റുന്നവരെ ഒക്കെ അയക്കുക. അപ്പൊ നമുക്ക് ജനറലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് ഡിഗ്രി ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ശ്രദ്ധിക്കാം, കാൻഡിഡേറ്റ് ക്യാൻ അപ്ലൈ ഫോർ എനി 1 ഡിസിപ്ലിൻ ഓൺലി. ഒരെണ്ണത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ശ്രദ്ധിച്ചോണം. In case of multiple applications within the same discipline or across the disciplines, only the latest valid application will be retained. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എടുക്കുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഒരെണ്ണത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, please note the eligibility criteria specified here in the basic criteria for applying for the post. At the time of interview, the candidates must necessarily produce the relevant documents. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇന്റർവ്യൂവിന്റെ ടൈമിലേക്ക്, നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ടൈമിലേക്ക് ഇതെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിലും എല്ലാം നമ്മൾ ആ ഒരു ടൈമിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും? സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് സർവീസ് കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. The service conditions will be applicable as per the prevalent rules of the company from the time to time. Selected candidates on appointment may be posted or transferred to any place in India
പാൻ ഇന്ത്യ ജോബാണ്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റിംഗ് കിട്ടാം. ഓക്കെ, മിനിമം സ്റ്റേ അറ്റ് ദി ഇനിഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വിൽ ബി 5 years. അപ്പൊ നമുക്ക് ഇനിഷ്യൽ പോസ്റ്റ് എവിടെയാണോ അവിടെ നമ്മൾ മിനിമം 5 വർഷം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മൾ ജോലി ചെയ്യണം. ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആണ് എന്നുണ്ടെങ്കിലോ മിനിമം പീരീഡ് ഓഫ് 10 years ആണ് കമ്പനി പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജനറലിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും, 5 വർഷം. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആണ് എന്നുണ്ടെങ്കിൽ മിനിമം 10 years ആയിരിക്കും നമ്മുടെ സർവീസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ ജോലി ചെയ്യാനും നമുക്ക് പ്രശ്നമില്ലല്ലോ. ഇനി അതേപോലെ നമുക്കൊരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. നമ്മുടെ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 1 year ആയിരിക്കും. അതിപ്പോൾ നമ്മൾ PO ആയിട്ട് കയറിയാലും ബാങ്കിൽ PO ആയിട്ട് കയറിയാലും ക്ലർക്കായിട്ട് കയറിയാലും ഒക്കെ നമുക്ക് എന്തുണ്ടാകും, പ്രൊബേഷൻ പീരീഡ് ഉണ്ടാകും. സെയിം ഇവിടെയും എന്തുണ്ടായിരിക്കും, പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. ഓക്കെ, probation period for the period of 1 year from the date of joining. The probation period may be extended twice by further period of 6 months. അപ്പോൾ അതായത് ആദ്യം 6 മാസം പിന്നീട് 6 മാസം, അതായത് 1 വർഷം നമുക്ക് എന്തുണ്ടായിരിക്കും, പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. അത് ഏത് ജോബിനാണെങ്കിലും നമുക്ക് പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. ദെൻ ഗ്യാരണ്ടി ബോണ്ട് അവർ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ മിനിമം 5 വർഷം നമ്മൾ ഇപ്പൊ നമുക്ക് എവിടെയാണോ ആദ്യം പോസ്റ്റിംഗ് കിട്ടുന്നത് അവിടെ നമ്മൾ മിനിമം 5 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ അവർ ബോണ്ട് നമ്മളോട് പറയുന്നുണ്ട്. Before joining as a probationer, the selected candidates will be required to give an undertaking to serve the company for a minimum period of 4 years, including probation period. അപ്പോൾ ഇൻക്ലൂഡിംഗ് പ്രൊബേഷൻ പീരീഡ് ആണ് 4 വർഷം പറയുന്നത്. In the event of their resigning from the company before the expiry of the bond period, ആ ബോണ്ട് പീരീഡ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ആദ്യത്തെ സ്ഥലത്ത് 5 വർഷം എന്ന് പറഞ്ഞില്ലേ, ബോണ്ട് പറയുന്നത് 4 വർഷമാണ്. അത് നമ്മുടെ പ്രൊബേഷൻ പീരീഡും കൂടെ കൂട്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന് മുന്നേ, ആ പ്രൊബേഷൻ പീരീഡ് കഴിയുന്നതിന് മുന്നേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, liable to pay the amount of 1 year's gross salary. അപ്പൊ നമ്മുടെ 1 year ഗ്രോസ് സാലറി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എമൗണ്ട് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലെ. അത് നമുക്ക് ബോണ്ട് ഉള്ളിടത്ത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവർ ഇത്ര ഇയർ ബോണ്ട് പറയുന്നുണ്ട്. സോ ആ ഇയർ നമ്മൾ അവിടെ വർക്ക് ചെയ്യാം. അതിന് മുന്നേ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനിയും ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്, നമുക്ക് കിട്ടാൻ പോകുന്ന സാലറി. ഓക്കെ, എമോൾമെന്റ്സ് ആൻഡ് ബെനിഫിറ്റ്സ്. നമ്മുടെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറയുന്നത് 50,925 ആണ്. ആൻഡ് ദി ടോട്ടൽ എമോൾമെന്റ്സ് അപ്രോക്സിമേറ്റ്ലി ₹90,000 പെർ മന്ത്. നമുക്ക് 90,000 ആണ് പെർ മന്ത് സാലറി ആയിട്ട് കിട്ടുക. ഇനി ഈ സാലറി മാത്രമല്ല, ഒരുപാട് അല്ലാതെ എക്സ്ട്രാ ബെനിഫിറ്റ്സും നമുക്ക് പറയുന്നുണ്ട്. പെൻഷൻ സ്കീം, ഗ്രാറ്റുവിറ്റി, LTS, മെഡിക്കൽ ബെനിഫിറ്റ്സ്, ഇതെല്ലാം നമുക്ക് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് സെക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസസ് ആണ്, അല്ലെങ്കിൽ സാലറി ആൻഡ് പെർക്സ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പം ശരിക്കും ഒരു അട്രാക്റ്റീവ് സാലറി തന്നെയാണ്. ഇനി നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് കടക്കാം. ഇതിന് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം? ഇവിടെ നോക്കിക്കേ, കാൻഡിഡേറ്റ്സ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ as on 1/5/2025, അതായത് 1/5/2025 നിങ്ങൾക്ക് ഈ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. Candidate should possess certificate in proof of passing the qualifying examination as on 1/5/2025. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇപ്പം ഡോക്ടറാണ്, MBBS സ്പെഷ്യലിസ്റ്റ് ഓഫീസറിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾക്ക് MBBS ഉണ്ടായിരിക്കണം. ലീഗൽ ആണെന്നുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ലോ. ആൻഡ് ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ CA ഉണ്ടായിരിക്കണം, അതായത് ICAI അല്ലെങ്കിൽ ICWA പാസ്സായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് BComോ MComോ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുപാട് BCom ആസ്പിറൻസ് ഉണ്ട് നമുക്ക്. സോ അതുകൊണ്ടാണ് ഇത് എടുത്ത് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 60% മാർക്ക് ക്രൈറ്റീരിയ ഇവർ പറയുന്നുണ്ട്. BCom അല്ലെങ്കിൽ നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണോ, ഇപ്പൊ BCom ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 60%, നിങ്ങൾക്ക് MCom ഉണ്ട്, BComൽ നിങ്ങൾക്ക് 60 ഇല്ല എന്നുണ്ടെങ്കിലും MComൽ നിങ്ങൾക്ക് 60% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, മാർക്സ് ഇൻ എയ്തർ ഓഫ് ദി ഡിഗ്രി എക്സാമിനേഷൻ അറ്റ്ലീസ്റ്റ് 55% ഫോർ ദി SC/ST കാൻഡിഡേറ്റ്സ്. ഇനിയും നമുക്ക് IT, ഇൻഫർമേഷൻ ടെക്നോളജി ആണെങ്കിൽ ഒരുപാട് BTechും MTechുകാരുണ്ട് IT. സോ അവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്. സോ ഇവിടെയും നമുക്കൊരു 60% വിത്ത് അറ്റ്ലീസ്റ്റ് 60% മാർക്സ് ഇൻ എയ്തർ ഓഫ് ദി ഡിഗ്രി എക്സാമിനേഷൻ, അത് BTech ആണെങ്കിലും MTech ആണെങ്കിലും. ഓക്കെ, BTechും MTechും മാത്രമല്ല BE ME ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ദെൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും സെയിം ഇതേപോലെ തന്നെ BE BTech അല്ലെങ്കിൽ ME MTech. ഇവിടെയും
നമുക്ക് ഡിപ്ലോമ, അതായത് BE, BTech, ME, MTech in any branch of engineering together with diploma at least 1 year in graduation in automobile engineering. ഇവിടെയും 60% മാർക്ക് പറയുന്നുണ്ട്. ആൻഡ് ഇനിയാണ് നമ്മളുടെ കാര്യം, ജനറലിസ്റ്റ് ഓഫീസർ. നമ്മൾ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ജനറലിസ്റ്റ് ഓഫീസർ. ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഒന്നുകിൽ ഡിഗ്രി അല്ലെങ്കിൽ PG ഉണ്ടായിരിക്കണം. ഏത് സ്ട്രീം ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അവിടെയും നമുക്കൊരു 60% മാർക്ക് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. രണ്ടിലും വേണമെന്ന് നിർബന്ധമില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഡിഗ്രിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് PGയിലോ ഏതിലെങ്കിലും ഒന്നിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം. ദെൻ SC ST ആണ് എന്നുണ്ടെങ്കിൽ 55% മതിയാകും. ഇനി നമുക്ക് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും as on 1/5/2025 തന്നെയാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏത് ഡേറ്റ് ആണോ ആ സെയിം ഡേറ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മിനിമം നമുക്ക് 21 ഇയേഴ്സ് ഉണ്ടായിരിക്കണം. ആൻഡ് മാക്സിമം എത്രയാണ്? 30 ഇയേഴ്സ് as on 1/5/2025. ആ ഡേറ്റ് ശ്രദ്ധിച്ചോളാം. ഇനി നമുക്ക് SC ST ആണെന്നുണ്ടെങ്കിൽ ഏജ് റിലാക്സേഷൻ 5 വർഷവും, അതേപോലെ OBC നോൺ ക്രിമിനൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏജ് റിലാക്സേഷൻ 3 വർഷവും ആയിരിക്കും നമുക്ക് കിട്ടുക. ദെൻ PWBD ആണെന്നുണ്ടെങ്കിൽ 10 വർഷം, എക്സ് സർവീസ് ആണെങ്കിൽ 5 ഇയേഴ്സ്. ഇത്രയുമാണ് നമുക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുക. അപ്പൊ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും 1/5/2025 ബേസ് ചെയ്തിട്ടാണ്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഏജ് ആണെങ്കിലും ഈ ഒരു ഡേറ്റ് ആണ് അവര് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു എക്സാം നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സെലക്ഷൻ എന്ത് ബേസിസിലാണ് വരിക? ഇവിടെ നമുക്കൊരു ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. എപ്പോഴും നമുക്കറിയാലോ നമ്മുടെ എല്ലാം CBT എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. നമുക്ക് 2 ഫേസ് ആണ് ഉള്ളത്, phase 1 ആൻഡ് phase 2. phase 1 പ്രിലിമിനറി എക്സാമിനേഷൻ ആൻഡ് phase 2 മെയിൻസ് എക്സാമിനേഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. 2 ഫേസ് ഉണ്ട്. ഇനി നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷൻ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഒറ്റ സിലബസും ഒരുപാട് പരീക്ഷകളും. 4 സബ്ജക്ട് നമുക്ക് പഠിച്ചാൽ മതി. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, അതായത് ജനറൽ അവയർനെസ്. ഇവിടെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ടോട്ടൽ 100 മാർക്കിനാണ്. നോക്കിക്കേ, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. ടോട്ടൽ 30 ക്വസ്റ്റ്യൻ, 30 മാർക്ക്, 20 മിനിറ്റ്. ഇവിടെ ഒരു കാര്യം എക്സ്ട്രാ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, സെപ്പറേറ്റ് ടൈമിംഗ് ആണ്. സെപ്പറേറ്റ് ടൈമിംഗ് പറഞ്ഞിട്ടുണ്ട്. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആണ്. ദെൻ റീസണിംഗ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ്, 35 മാർക്സ്, ദെൻ 20 മിനിറ്റ്സ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അഗൈൻ 35 ക്വസ്റ്റ്യൻസ്, 35 മാർക്സ് ആൻഡ് 20 മിനിറ്റ്സ്. ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇതേപോലെ തന്നെയല്ലേ നമ്മളുടെ എല്ലാ ബാങ്ക് എക്സാംസും? RRB ഒഴികെയുള്ള എല്ലാ ബാങ്ക് എക്സാംസിനും ഇതേ പാറ്റേൺ തന്നെയാണ്. നമ്മൾ വെറുതെ പറയുന്നതല്ല. ഒറ്റ സിലബസും ഒരുപാട് പരീക്ഷകളൊന്ന് ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാരലൽ ആയിട്ട് വരുന്ന എല്ലാ ഇൻഷുറൻസ് എക്സാമും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ നമുക്കിവിടെ സെക്ഷണൽ ടൈമിംഗ് പറയുന്നുണ്ട്. സോ സെക്ഷണൽ ടൈമിംഗ് പറയുന്നത് കൊണ്ട് തന്നെ സെക്ഷനലി ഓരോ സെക്ഷനും ഇമ്പോർട്ടന്റ് ആണ്. സെപ്പറേറ്റ് സെക്ഷണൽ കട്ട് ഓഫും ഉണ്ടായിരിക്കും. നോക്കിക്കേ, കാൻഡിഡേറ്റ്സ് ഹാവ് ടു ക്വാളിഫൈ ഇൻ ഈച്ച് ടെസ്റ്റ് ഓർ സെക്ഷൻ ബൈ സെക്വയറിംഗ് പാസിംഗ് മാർക്സ് ടു ബി ഡിസൈഡ് ബൈ ദി കമ്പനി. എത്രയാണോ സെക്ഷണൽ കട്ട് ഓഫ് വരുന്നത്, സെക്ഷണൽ കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്യണം. അതേപോലെ തന്നെ ഓവറോൾ കട്ട് ഓഫും ക്ലിയർ ചെയ്യണം. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? phase 2 മെയിൻസ് എക്സാമിലേക്ക് വരുമ്പോഴത്തേക്കിന് നമുക്ക് ടോട്ടൽ 250 മാർക്കിനാണ്. മെയിൻസ് എക്സാം വിൽ കൺസിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് തന്നെയാണ് 250 മാർക്സ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ഓഫീസർ പോസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ IBPS PO പോലെയും SBI PO പോലെയും നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. Then both the objective and descriptive will be online. ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും എല്ലാം ഓൺലൈൻ ആണ്. നോക്കിക്കേ, കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ടു ആൻസർ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ബൈ ടൈപ്പിംഗ് ദി കമ്പ്യൂട്ടർ. നമ്മൾ എഴുതുകയല്ല, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഓൺലൈൻ മെയിൻസ് എക്സാമിന് ശേഷം തൊട്ടടുത്ത് തന്നെ, മീൻസ് ആ ദിവസം തന്നെ ഓൺലൈൻ എക്സാമിനേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഓൺലൈൻ മോഡിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ജനറലിസ്റ്റിന്റെ സ്പെഷ്യലിസ്റ്റിന്റെ കാര്യം ഒന്ന് നമുക്ക് നോക്കാം. ജനറലിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ഓഫ് റീസണിംഗ് 50 ക്വസ്റ്റ്യൻ ആയിരിക്കും, 50 മാർക്ക്. ഇംഗ്ലീഷ് നമുക്ക് കിട്ടുന്ന സെക്ഷണൽ ടൈം എന്ന് പറയുന്നത് 40 മിനിറ്റ് ആണ്. ദെൻ ഇംഗ്ലീഷ് ആണെങ്കിൽ 50 ക്വസ്റ്റ്യൻസ്, 50 മാർക്സ് ആൻഡ് അഗൈൻ 40 മിനിറ്റ്സ്. ജനറൽ അവയർനെസ്, അതായത് ഇൻഷുറൻസ് സെക്ടർ ആകുമ്പോൾ നമ്മൾ ഇപ്പോൾ ബാങ്കിങ്ങിന് പറയുമ്പോൾ ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ് എന്ന് പറയുന്നത് പോലെ ഇവിടെ ജനറൽ അവയർനെസ് പ്ലസ് ഇൻഷുറൻസ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം ഈ എക്സാമിന് കൊടുക്കണം. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ രണ്ടും കമ്പൈൻ ചെയ്ത് തന്നെ പഠിച്ചാൽ രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതി പോകാനായിട്ട് പറ്റും. ദെൻ ഇവിടെ സെപ്പറേറ്റ് കമ്പ്യൂട്ടർ നോളജിന്റെ ടെസ്റ്റ് ഉണ്ട്. 50 ക്വസ്റ്റ്യൻ, 50 മാർക്ക്, 30 മിനിറ്റ്.
ദെൻ അതേപോലെ കറണ്ട് അഫയേഴ്സ്, അതായത് ജനറൽ അവയർനെസ്സിനും 50 ക്വസ്റ്റ്യൻ, 50 മാർക്ക്, 30 മിനിറ്റ്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അഗൈൻ 50 ക്വസ്റ്റ്യൻസ്, 50 മാർക്സ് ആൻഡ് 40 മിനിറ്റ്സ്. അതായത് റീസണിങ്ങിനും അതേപോലെ ഇംഗ്ലീഷിനും ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 40 മിനിറ്റ്, കറണ്ട് അഫയേഴ്സിനും അതേപോലെ കമ്പ്യൂട്ടറിനും എത്രയാണ്? 30 മിനിറ്റ് ആണ്. ഇവിടെ കമ്പ്യൂട്ടറിനും 50 ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ആ ഒരു കാര്യം കമ്പ്യൂട്ടറിന് നമുക്കിവിടെ 50 ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്, 50 മാർക്കും ആണ്. അപ്പൊ സെപ്പറേറ്റ് കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്, അത് നമ്മൾ ഓർത്തോണം. നമുക്ക് RRBക്കാണ്, ബാങ്ക് എക്സാമിന്റെ കേസ് പറയുമ്പോൾ നമുക്ക് RRBക്ക് മാത്രമാണ് സെപ്പറേറ്റ് കമ്പ്യൂട്ടറിന്റെ വരിക. അവിടെ പക്ഷെ നമുക്ക് 40 ക്വസ്റ്റ്യനും 20 മാർക്കേ ഉള്ളൂ. ഇനി സ്പെഷ്യലിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് റീസണിംഗ് ഉണ്ടാകും, ഇംഗ്ലീഷ് ഉണ്ടാകും, ജനറൽ അവയർനെസ് ഉണ്ടാവും, കമ്പ്യൂട്ടർ നോളജ് ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. പിന്നെ ഏത് ഡിസിപ്ലിനിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ പഠിച്ച സബ്ജക്ട് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതാണ് എക്സ്ട്രാ വരുന്ന ഒരു കാര്യം. അങ്ങനെ ടോട്ടൽ 250 ആണ്, 250 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇവിടെ 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 35 മിനിറ്റ്, ദെൻ 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് 30 മിനിറ്റ്. ജനറൽ അവയർനെസ് ആണെങ്കിൽ 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് 20 മിനിറ്റ്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് 35 മിനിറ്റ്സ്. കമ്പ്യൂട്ടർ ആണെങ്കിൽ 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് ആൻഡ് 25 മിനിറ്റ്സ്. അങ്ങനെയാണ് ടോട്ടൽ 250 മാർക്സ് ഇവിടെ വരിക. മറ്റിടത്തും നമുക്ക് ടോട്ടൽ 250 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 250, മാർക്സും 250 തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ്ട്രാ ഒരു വ്യത്യാസം വരുന്നത് എന്താ, നമ്മൾ ഏത് ഡിസിപ്ലിനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത്. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണമല്ലോ. ഇപ്പൊ IT ആണെങ്കിൽ IT റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചോളാം. ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ് BCom MCom ആയിരിക്കുമല്ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുക. നിങ്ങളുടെ സബ്ജക്ട് നോളജും കൂടെ ഇവിടെ എന്ത് ചെയ്യും, അവര് ടെസ്റ്റ് ചെയ്യും. ഇനി ഇതിന് ശേഷം നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, 30 മിനിറ്റിന്റെ. essay 10 മാർക്കുണ്ട്, പ്രിസൈസ് 10 മാർക്കുണ്ട്, കോംപ്രിഹെൻഷനും 10 മാർക്ക്. ഇത് 30 മാർക്കിലായിരിക്കും നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ് എപ്പോഴും നമ്മൾ പറയുന്നതാണ്, നമുക്ക് കറക്കി കുത്താൻ പറ്റില്ല. നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് which a wrong answer has been given by the candidate, 1/4 of the marks assigned to that question will be deducted. 0.25 തന്നെയാണ്. 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ നമുക്ക് 1 മാർക്ക് പോകും. സോ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള, എപ്പോഴും നമ്മൾ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാംസിന് പറയുന്ന ഒരു കാര്യം, നമുക്ക് സ്പീഡും ഉണ്ടായിരിക്കണം, ആക്യുറസിയും ഉണ്ടായിരിക്കണം. ഓക്കെ, candidates will be shortlisted for the interview on the basis of overall marks scored in the mains examination. അപ്പോൾ മെയിൻസിന്റെ, ഇപ്പോൾ പ്രിലിംസ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫൈഡ് നേച്ചർ ആണ്, നമുക്ക് മെയിൻസിലേക്കുള്ള ഒരു കടമ്പ മാത്രമാണ്. അപ്പൊ മെയിൻസിന്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് അവരെന്തിനെ നമ്മളെ വിളിക്കും, ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ആണെങ്കിൽ നമുക്കൊരു വാലിഡ് ലെറ്റർ, മീൻസ് നമുക്ക് അപ്ലൈ ചെയ്തതിന്റെ വാലിഡ് കോൾ ലെറ്റർ ഉണ്ടായിരിക്കണം, ഐഡന്റിറ്റി പ്രൂഫ് ഉണ്ടായിരിക്കണം, അതിന്റെ കോപ്പി ഉണ്ടായിരിക്കണം, ആൻഡ് ഈ ആധാർ കാർഡും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ എന്തായാലും ഓഫീസർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. Generalist and specialist candidate who have been shortlisted based on the online phase 1 mains examination will be subsequently called for an interview. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മുടെ സെന്ററും കാര്യങ്ങളും എല്ലാം ഓൾറെഡി അവർ നമ്മളെ അറിയിക്കുന്നതായിരിക്കും, കോൾ ലെറ്റർ ത്രൂ നമ്മളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്റർവ്യൂവിന്റെ മാർക്കും മെയിൻസിന്റെ മാർക്കും കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ ലിസ്റ്റ് അവർ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് ഫൈനൽ സെലക്ഷൻ. യെസ്, ദി കമ്പൈൻഡ് ഫൈനൽ സ്കോർ ഓഫ് കാൻഡിഡേറ്റ് ഷാൽ ബി അറൈവ്ഡ് അറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ദി സ്കോർസ് ഒബ്റ്റൈൻഡ് ബൈ ദി കാൻഡിഡേറ്റ്സ് ഇൻ ദി ഓൺലൈൻ മെയിൻസ് എക്സാമിനേഷൻ ആൻഡ് ദി ഇന്റർവ്യൂ. പ്രിലിംസ് ഇല്ല, പ്രിലിംസ് ക്വാളിഫൈങ് നേച്ചർ മാത്രമാണ്. മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരിക. വെയിറ്റേജ് റേഷ്യോ ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത് 80:20 ആണ്. അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പൊ മിനിമം ക്വാളിഫൈ മാർക്സ് ഇന്റർവ്യൂവിനും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇന്റർവ്യൂവിന് ഒട്ടും ഇപ്പൊ മെയിൻസിന് നല്ല മാർക്ക് ഉണ്ടെങ്കിലും ഇന്റർവ്യൂവിന് അവരൊരു മിനിമം ക്വാളിഫൈങ് മാർക്സ് കമ്പനി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് SC ST PWBD ആണെന്നുണ്ടെങ്കിൽ 250 രൂപയാണ്. ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും, ഓൾ കാൻഡിഡേറ്റ്സ് അതർ ദാൻ SC ST ആൻഡ് PWBD, ഇപ്പൊ SC ST PWBD ആണെങ്കിൽ 250, ബാക്കി എല്ലാവർക്കും 1000 രൂപയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. സോ ഇതൊരു വലിയ എമൗണ്ട് ആണ്, വലിയ എമൗണ്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എഴുതുന്ന മീൻസ് നമുക്ക് ആ ഒരു ജോലി കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം അങ്ങ് മാറും അല്ലെ. അപ്പൊ സോ ആ ഒരു എമൗണ്ട് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് എന്തായാലും പക്ഷെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം, നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, എക്സാം എഴുതാൻ പോകാൻ.
ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എക്സാമിനേഷൻ സെന്റർ ഇപ്പം നമ്മുടെ കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ എന്ന് പറയുന്നത് എറണാകുളം, കൊച്ചി, ട്രിവാൻഡ്രം ആൻഡ് കോഴിക്കോട്, ഈ 3 സ്ഥലത്താണ് നമുക്ക് കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ വരുന്നത്. phase 1 എക്സാമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഏത് സെന്റർ വേണമെന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു, നോട്ടിഫിക്കേഷൻ വന്നിട്ട് മാത്രം കാര്യമുണ്ടോ? അടിപൊളിയായിട്ട് പഠിക്കണ്ടേ? അടിപൊളിയായിട്ട് പഠിക്കുന്നതിലാണ് കാര്യം. ഈ എക്സാമിന് വേണ്ടിയിട്ട് മാത്രം എന്നുള്ള രീതിയിലാണോ നമ്മൾ പഠിക്കുക? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു സിലബസും ഒരുപാട് പരീക്ഷകളുമാണ്. എല്ലാ ബാങ്ക് എക്സാംസും പ്രീമിയം ആയിട്ടുള്ള ഇപ്പൊ SBA PO, SBA ക്ലർക്ക്, RRB PO, RRB ക്ലർക്ക്, IBPS PO, IBPS ക്ലർക്ക് ആൻഡ് RB അസിസ്റ്റന്റ്, അങ്ങനെ തന്നെ ബാങ്ക് പ്രീമിയം എക്സാംസ് 7 എണ്ണം ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇൻഷുറൻസ് എക്സാം ഉണ്ട്. ഇപ്പൊ NICL AO ആണ് വന്നത്. ഇതേപോലെ തന്നെ NICL അസിസ്റ്റന്റ് ക്ലർക്ക് പോസ്റ്റിലേക്ക് വിളിക്കും. അതേപോലെ തന്നെ NIACL ഉണ്ട്, അതിന്റെ അസിസ്റ്റന്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റ് ഉണ്ട്. LIC AA ഉണ്ട്, LIC അസിസ്റ്റന്റ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇൻഷുറൻസ് സെക്ടറിലുള്ള എക്സാംസ് ആണ്. ഇതിനെല്ലാം ഒറ്റ സിലബസാണ്. നമ്മൾ ബാങ്ക് എക്സാംസിന് പഠിക്കുന്ന അതേ സിലബസ് മതി. സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ അതിന്റെ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ ഒരൊറ്റ കാര്യമാണ്. ജനറലിസ്റ്റ് പോസ്റ്റ് ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതിന് നല്ല പ്രോപ്പർ ആയിട്ട് പഠിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ബേസ് സെറ്റ് ചെയ്യുക. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നിങ്ങളുടെ ബേസ് സെറ്റ് ആക്കുക. ഫസ്റ്റ് ബേസ് സെറ്റ് ആക്കിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? എത്ര ക്വസ്റ്റ്യൻ, എത്ര മിനിറ്റ്, സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. സോ ഈ സെക്ഷണൽ ടൈമിങ്ങിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് ഉണ്ടാകണം. വെറുതെ സ്പീഡ് ഉണ്ടായിട്ട് കാര്യമില്ല. 100% ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അപ്പോൾ അതൊരു കാര്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനും ഓഫ്ലൈൻ ബാച്ച് ഉണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് റെഗുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിൽ. അപ്പൊ ഇനി ഈ ജൂൺ 18 നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത്യാവശ്യം പ്രിപ്പറേഷനിലാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ ബേസ് ഒക്കെ അത്യാവശ്യം അറിയാം. പക്ഷെ നിങ്ങൾക്ക് എന്താ പറയുന്നത്, സ്പീഡില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നില്ല, മെയിൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആസ്പിറൻസ് നമ്മളോട് റിപ്പീറ്റേഴ്സ് ബാച്ച് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സൈലം ബാങ്കിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് ഓഫ്ലൈൻ ആയിട്ട് കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 18 ജൂൺ 18 നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇരുന്ന ആദ്യത്തെ 5 ദിവസം, ഏറ്റവും വലിയൊരു കാര്യം, നമ്മളുടെ ആദ്യത്തെ 5 ദിവസം എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ ആണ്. ഫസ്റ്റ് 5 days എന്ന് പറയുന്ന ഫ്രീ ആണ്. ഓരോ സബ്ജക്റ്റിന്റെയും കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്താണ്, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. ആദ്യത്തെ 5 ദിവസം ഫ്രീ ആണ്. സോ അതിനുശേഷം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് ഇപ്പോഴേ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ഫ്രീ ഡെമോ ക്ലാസ് വേണം, എങ്ങനെയാണ് ക്ലാസ്സസ് പോകുന്നതെന്നൊക്കെ മനസ്സിലാകണം. ഇനി ഇത് കൂടാതെ നമ്മളുടെ ഈ ഒരു ബാച്ചിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്നറിയോ? നിങ്ങൾക്കിപ്പം ബേസ് അത്യാവശ്യം അറിയാം, പക്ഷെ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സിൽ കുറച്ചും കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അറിയണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും കൂടെ ബേസ് ഒന്നും കൂടെ ക്ലാസ്സസ് ഒന്ന് കേട്ടാൽ നല്ലതായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ചിന് വേണ്ടിയിട്ട് ഫ്രീ ഓൺലൈൻ റെക്കോർഡഡ് സെഷൻസ് എല്ലാ ടോപ്പിക്കിന്റെ, ഇപ്പൊ നമ്മൾ ഇന്ന ദിവസം ഇന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളോട് നമ്മൾ പറയും ഈ ക്ലാസ്സസ് ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ബേസ് അത്യാവശ്യം ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബേസിന്റെ കംപ്ലീറ്റ് ഓൺലൈൻ സെക്ഷൻസ് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് തരുന്നതാണ്. ബാക്കി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ അവിടെ എല്ലാം പ്രാക്ടീസ് ചെയ്യും. ഓഫ്ലൈൻ ആയിട്ട് നമ്മളൊന്ന് പറയും ഇന്നതാണ്. ഇപ്പൊ എന്റെ സബ്ജക്ട് റീസണിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഡയറക്ഷൻ ടെസ്റ്റ് എടുക്കുകയാണ്. ഇപ്പോൾ പ്രിലിംസിന്റെ ടോപ്പിക്സും നമ്മൾ അവിടെ കവർ ചെയ്യും. പ്രിലിംസിന്റെ പ്രാക്ടീസും ഉണ്ടാകും, മെയിൻസിന്റെ പ്രാക്ടീസും ഉണ്ടാകും. 100% പ്രിലിംസ് ആൻഡ് മെയിൻസ് കവറേജ് നമ്മളുടെ ഈ ഒരു എൻറ്റയർ കോഴ്സിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. 2025 വരുന്ന എല്ലാ എക്സാംസിനും നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അത് പ്രിലിംസും മെയിൻസും മാത്രമല്ല, ഇന്റർവ്യൂവിനും ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ ഉള്ള ഒരു സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. ഇനി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട്, അതായത് നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സസ് പോകുന്നതെന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. രാവിലെ 10 മണി മുതൽ 1 മണി വരെ ആയിരിക്കും നമ്മളുടെ ക്ലാസ് ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം 2 മുതൽ 4 മണി വരെ പ്രാക്ടീസ് സെഷൻ ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓഫ്ലൈൻ മാക്സിമം പറ്റുന്നവരൊക്കെ ഓഫ്ലൈനിലേക്ക് വരിക. ഇനി നമുക്ക് ബേസ് ഒന്നും ഇല്ല, നമുക്ക് റെഗുലർ ബാച്ച് ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. ഓൺലൈൻ, അതായത് നമുക്ക് ഓഫ്ലൈനിൽ റെഗുലർ ബാച്ചും ഉണ്ട്, റിപ്പീറ്റേഴ്സ് ബാച്ചും ഉണ്ട്.
റെഗുലർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് നമ്മുടെ അഡ്മിഷൻ ക്ലോസ് ആയിട്ടില്ല. നമ്മൾ വീണ്ടും ഇപ്പം കഴിഞ്ഞുപോയ ക്ലാസ്സസ് ഉറപ്പായിട്ടും നമ്മൾ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. അതുകൂടാതെ കഴിഞ്ഞുപോയ ക്ലാസ്സസിന്റെ ഓൺലൈൻ ക്ലാസ്സസും ഓൺലൈൻ ക്ലാസ്സസിന്റെ ആക്സസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫ്ലൈനിലെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കോഴിക്കോട് മാത്രമാണ് ഇപ്പം നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസ് ഉള്ളത്. ഇനി നമുക്ക് ഓൺലൈൻ ആണെങ്കിലും ഇതേപോലെ തന്നെ 2 ബാച്ചാണ്. ഒന്ന് റിപ്പീറ്റേഴ്സ് ബാച്ചും അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെഗുലർ ബാച്ചും. അപ്പം നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് ഒക്കെ അറിയാം. പക്ഷെ ഞങ്ങൾക്ക് സ്പീഡാണ് ബുദ്ധിമുട്ട്. സോ നിങ്ങൾക്ക് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സസ് കുറച്ചായിട്ടുണ്ട്, കുറച്ച് ടോപ്പിക്സ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ കഴിഞ്ഞ എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങളൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് കണ്ട് തീർക്കാൻ നിങ്ങൾ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. വേഗത്തിൽ തന്നെ ലൈവ് ക്ലാസ്സിലേക്ക് വരിക. എങ്കിൽ നമുക്ക് ബേസ് ബാച്ച് ഏതാണെന്ന് ഒരുപാട് ആസ്പിറൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ RRB PO ആൻഡ് ക്ലർക്ക് റാങ്കേഴ്സ് ബാച്ച്. അപ്പൊ ഈ ഒരു പേര് കേൾക്കുമ്പോൾ കുറെ ആസ്പിറൻസിന് ഒരു ഡൗട്ട് ഉണ്ട്, ഇത് RRBക്ക് വേണ്ടിയിട്ട് മാത്രമാണോ? അങ്ങനെയല്ല, നമ്മുടെ എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിനും സെയിം സിലബസ് ആണ്. നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിനും എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എല്ലാത്തിൻ്റെ സിലബസ് സെയിം ആണ്. PO ആണെങ്കിൽ ലെവൽ കൂടുതൽ, അല്ലെങ്കിൽ ഓഫീസർ പോസ്റ്റ് ആണെങ്കിൽ ഇച്ചിരി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസും ക്ലർക്ക് ആണെങ്കിൽ ലെവൽ കുറഞ്ഞ ക്വസ്റ്റ്യൻസും ആയിരിക്കും. പക്ഷെ നമ്മളെല്ലാം അതായത് ബേസ് ടു അഡ്വാൻസ് ആണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. ഇത് വളരെ കുറച്ച് ക്ലാസ്സസേ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഈ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ ഇരിക്കുക. നോട്ടിഫിക്കേഷൻ്റെ സീസണായി, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് എക്സാംസ്, ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാംസിൻ്റെ സീസണായി. സോ നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.